നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആഫ്രിക്കയിലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാമച്ചോമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാമച്ചോമ വന്നിട്ട് മട്ടൻ്റെ പീസുകൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ കനലിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. താൻസാനിയ, കെന്യ പോലുള്ള രാജ്യങ്ങളിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റോസ്റ്റഡ് മീറ്റാണ് ഞാമച്ചോമ എന്ന് പറയുന്നത്. ഇത് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഇത് ഇതുപോലെ ചുട്ടെടുക്കുന്നത്. Welcome to this place. We are called Eagles. Here we sell roasted meat. We call it chomambuzi. There is 1 kg we sell at 1200. Half is 600. So we sell at a very cheap price. Yeah, welcome to this place. Thank you. So can I be paid for that? അവർ വിൽക്കുന്നത് ഞാമച്ചോമ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് മട്ടന് വേറെ ഒരു മസാലയും ചേർക്കാതെ കനലിൽ ചുട്ടെടുക്കുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മൾ അതിൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാൻ പോവാണ്. വേറെ ഒരു മസാലയും ചേർത്തിട്ടില്ല. നല്ല ജ്യൂസിയാണ്, ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉഗാലിയാണ്. കെനിയയിലെ ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഉഗാലി. നമ്മൾ ചോറ് കഴിക്കുന്നതിന് പകരം അവർ ഉഗാലിയാണ് കഴിക്കുന്നത്. ഏകദേശം എല്ലാ ദിവസവും അവർ ഉഗാലി കഴിക്കാറുണ്ട്. അപ്പോൾ ഉഗാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ചോളം മാവ് ഇട്ടിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറുക്കി നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. വേറെ ഒരു മസാലയോ ഉപ്പോ പോലും ഇതിൽ ചേർക്കത്തില്ല. അപ്പോൾ ഇതുപോലെ അടുക്കി പിടിക്കാണ്ട് നന്നായിട്ട് തിക്കാവുമ്പോൾ ഇതുപോലെ ഉരുട്ടി ഇതുപോലെയുള്ള സൈഡ് ഡിഷ് എന്തെങ്കിലും സൈഡ് ഡിഷ് വെച്ചിട്ട് കഴിക്കും. നമ്മൾ ഫുഡൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന കടയുടെ തൊട്ട് ചേർന്നിരിക്കുന്ന കടകളാണിത്. ഇതിൽ തന്നെ ബാറൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുഞ്ഞു ബാറ്. ഇത് ആർക്ക് വേണമെങ്കിലും ഇവിടെ ബാറ് ലൈസൻസ് ഉണ്ടെങ്കിൽ നടത്താവുന്നതാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർ ബാറിൽ വന്നിരുന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് കഴിക്കാറുണ്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഏരിയ. ഇവിടുത്തെ റോഡൊക്കെ ഇങ്ങനെയാണ്.